പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവർക്ക് ഇനി മുതൽ ആയുർവേദ ഔഷധ ചെടികളുടെ വിശേഷങ്ങൾ അറിഞ്ഞു മടങ്ങാം. താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരാണ് ആശുപത്രി പരിസരത്തെ ഈ ഔഷധത്തോട്ടം നട്ടുവളർത്തി പരിപാലിച്ചു വരുന്നത്. ആശുപത്രി പരിസരം കാട് കയറി നശിക്കുന്നതിന് പരിഹാരമായി ആരംഭിച്ച ഈ ഔഷധത്തോട്ടത്തിൽ 40-ൽ പരം ഔഷധ ചെടികളാണ് ഉള്ളത്. കാണാം അലോപ്പതിക്കാരുടെ ആയുർവേദ വിശേഷങ്ങൾ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 80% വിലക്കുറവിൽ ലഭ്യമാകുന്ന ഏക സ്ഥാപനം വണ്ടിപ്പെരിയാർ പാലത്തിന് സമീപം ശങ്കസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഗുണമേന്മയുള്ള മരുന്നുകൾ ഏറ്റവും വിലക്കുറവിൽ ജനങ്ങളിലേക്ക്. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അലോപ്പതിക്കാർക്കെന്താ ആയുർവേദ ഔഷധത്തോട്ടത്തിൽ കാര്യം? ഇത് കേട്ട് നെറ്റിച്ചുളിക്കേണ്ട ചോദ്യം പീരുമേട് താലൂക്ക് ആശുപത്രി ജീവനക്കാരായ 2 പേരോടാണ്. സംഗതി തമാശയല്ല കേട്ടോ, അല്പം സീരിയസ് ആണ്. നമുക്ക് കടന്നു ചെല്ലാം അലോപ്പതിക്കാരുടെ ആയുർവേദ ഔഷധത്തോട്ടത്തിൽ. പീരുമേട് താലൂക്ക് ആശുപത്രി പരിസരങ്ങൾ കാട് കയറി നശിക്കുന്നതിന് പരിഹാരമായിട്ടാണ് കാടുകൾ വെട്ടിത്തെളിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ചെടികൾ നട്ടുവളർത്തി പരിപാലിക്കണമെന്ന ആശയം ജീവനക്കാരിൽ ഉദിച്ചത്. പിന്നീട് ഇത് ആയുർവേദ ഔഷധത്തോട്ടം എന്ന ആശയത്തിലേക്ക് എത്തുകയായിരുന്നു. ആശുപത്രി ജീവനക്കാരായ രഞ്ജിത്ത്, രവി എന്നിവരുടെ ശ്രമഫലമായാണ് ഇപ്പോൾ ആശുപത്രി പരിസരം ഔഷധത്തോട്ടമായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ സുലഭമായി ലഭിക്കാത്തതും നാട്ടുവൈദ്യന്മാർ ഉപയോഗിച്ചതും വംശനാശം സംഭവിച്ചു വരുന്നതുമായ ഔഷധ സസ്യങ്ങൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഔഷധത്തോട്ടം ഒരുക്കിയതെന്ന് ജീവനക്കാരനായ രഞ്ജിത്ത് പറയുന്നു. പീരുമേട് ആശുപത്രിയിലെ ഔഷധത്തോട്ടത്തെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ പീരുമേട് ആശുപത്രിയിലെ ഈ പരിസര ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ടും പുതിയ പുതിയ മരുന്നുകൾ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞാനും എൻ്റെ പേര് രഞ്ജിത്ത്, ഞങ്ങളുടെ PT സായ രവിചേട്ടനും കൂടെ ചേർന്നാണ് ഈ കർണൽ ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള വൈദ്യന്മാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ് ഞങ്ങളിവിടെ നട്ട് പരിപാലിച്ച് വരുന്നത്. അതായത് ഏകദേശം ഒരു 40-ൽ പരം മരുന്നുകൾ നമ്മളെ ഈ ഗാർഡനിൽ ഞങ്ങൾ നട്ടിട്ടുണ്ട്. അതിൽ പല വിലപിടിപ്പുള്ള മരുന്നുകളും ഇന്നത്തെ ഇപ്പം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ നിരവധി മരുന്നുകളാണ് ഞങ്ങളുടെ പരിചയപ്പെടുന്നത്. കയ്യോന്നി, സർപ്പോള, കല്ലുരുക്കി, തിപ്പല്ലി, കറ്റാർവാഴ, മുത്തങ്ങ, ബ്രഹ്മി, പനിനീർക്കൂർക്ക, കരിങ്കുറിഞ്ഞി, എരുക്ക്, ആഫ്രിക്കൻ മല്ലി, കേശവർദ്ധിനി, അയമോദകം, കീഴാർനെല്ലി, ചെറുള തുടങ്ങിയ 40-ൽ പരം ഔഷധ സസ്യങ്ങളാണ് ആശുപത്രി പരിസരത്ത് പരിപാലിച്ചു വരുന്നത്. അലോപ്പതി ചികിത്സാ കേന്ദ്രത്തിലെ ഔഷധ സസ്യത്തോട്ടം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ അടക്കം ഏറെ കൗതുകത്തോടെയാണ് വീക്ഷിച്ചു വരുന്നത്. കേട്ടുകേഴ്വി മാത്രമുള്ള ഔഷധ സസ്യങ്ങൾ കണ്ടു മടങ്ങുന്നതാണ് ഈ ഔഷധത്തോട്ടത്തിന്റെ പ്രത്യേകതയും. ന്യൂസ് ബ്യൂറോ, പീരുമേട്.